ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു പഹൽഗാമിനടുത്തുള്ള ബൈസരൻ വാലിയിൽ 25 വിനോദസഞ്ചാരികളെയും ഒരു പ്രാദേശിക പോണി റൈഡ് ഓപ്പറേറ്ററെയും ഭീകരർ വെടിവെച്ചു കൊന്നത്. കുറഞ്ഞത് 5 തീവ്രവാദികളെങ്കിലും ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇരകളോട് അവരുടെ മതം ചോദിച്ച് അമുസ്ലിങ്ങളാണെന്ന് ഉറപ്പുവരുത്തിയായിരുന്നു കൂട്ടക്കുരുതി നടത്തിയത്. രാജ്യത്ത് വർഗീയ കലാപം സൃഷ്ടിക്കാൻ കൂടി ലക്ഷ്യമിട്ടായിരുന്നു ഭീകരർ ആക്രമണം നടത്തിയതെന്നാണ് സൂചന. അതേസമയം ഭീകരർ നിലവിൽ ദക്ഷിണ കശ്മീരിൽ തന്നെയുണ്ട് എന്നാണ് സുരക്ഷാ ഏജൻസികളുടെ അനുമാനം. 4 ഭീകരർക്കുമായി വ്യാപകമായ തെരച്ചിലാണ് കശ്മീർ താഴ്വരയിൽ നടക്കുന്നത്. സൈന്യവും CRPF-ഉം ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായിട്ടാണ് തെരച്ചിൽ നടത്തിവരുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ശുഭവാർത്ത വരും എന്ന സൂചനയാണ് ഇപ്പോൾ സൈന്യം നൽകിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ട് എന്നതിന് വിശ്വസനീയമായ തെളിവുകൾ ലഭിച്ചതായി ഇന്ത്യ ലോകരാജ്യങ്ങളെ അറിയിക്കുകയും ചെയ്തു. ഇന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ സാങ്കേതിക തെളിവുകളും ദൃക്സാക്ഷികളുടെ മൊഴികളും ഇന്ത്യ അടിവരയിട്ട് കാണിച്ചുകൊടുത്തു. തങ്ങളല്ല ഇതിന് പിന്നിലെന്ന് പാകിസ്ഥാൻ പറയുമ്പോഴാണ് ഇന്ത്യ വ്യക്തമായ തെളിവുകളോടെ മുന്നോട്ട് വരുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വിദേശകാര്യ മന്ത്രാലയം വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 13 രാജ്യങ്ങളിലെ നേതാക്കളുമായി നേരിട്ട് ഫോണിൽ ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ നേതൃത്വത്തിൽ 30 അംബാസിഡർമാരുമായി ചർച്ച നടത്തുകയും ചെയ്തു. ഭീകരവാദികളുടെ ഇലക്ട്രോണിക് ഒപ്പുകൾ പാകിസ്ഥാനിലെ 2 കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടെത്തിയതായും ഭീകരരിൽ ചിലരെ ഇന്ത്യക്കുള്ളിൽ പിടികൂടിയതായും റിപ്പോർട്ട് പറയുന്നുണ്ട്.